സാഹിത്യകാരന്മാർക്കും ചിത്രകാരന്മാർക്കും എല്ലാം പ്രചോദനമായിട്ടാണ് എപ്പോഴും അമ്പിളിമാമൻ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ നിലകൊള്ളുന്നത്. കവിത, കഥ, നാടകം, സംഗീതം, ചിത്രങ്ങൾ ഇവയിലൊക്കെ ഒരു പ്രതിരൂപമായിട്ടാണ് ഈ ഗോളം. പുരാതന കാലത്ത് പല സംസ്കാരങ്ങളും ചന്ദ്രനെ ദൈവമായി ആരാധിച്ചു പോന്നിരുന്നു. ഹിന്ദു പുരാണപ്രകാരം ചന്ദ്രൻ ഒരു ദേവതയാണ്. തുമ്പപ്പൂവിലും തൂമേഴും നീലവൻപിൽ തൂകിക്കൊണ്ടാകാശവീഥിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിന്മേൽ നിന്നു കോലോളം ദൂരത്തിൽ എന്നു തുടങ്ങുന്ന കുമാരനാശാൻ കുട്ടികൾക്കായി എഴുതിയ ഒരു കവിതയുണ്ട്, അമ്പിളി. അമ്പിളിമാമൻ്റെ മനോഹാരിതയും കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സും ഈ കവിതയിൽ നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലും ഇടം പിടിച്ചു നമ്മുടെ സ്വന്തം അമ്പിളിമാമൻ, ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം. ചന്ദ്രനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചന്ദ്രൻ ഉണ്ടായതിന് പല തിയറികളും നിലനിന്നിരുന്നു. അതിൽ ഒന്നാമതായി പറയുന്ന തിയറി ഫിഷൻ ഹൈപ്പോത്തിസിസ്. ഫിഷൻ ഹൈപ്പോത്തിസിസ് പ്രകാരം ഭൂമിയിൽ നിന്നും ഒരു പീസ് തെറിച്ചു പോയതാണ് എന്നാണ് പറയുന്നത്. അടർന്നുപോയ ഭാഗം പിന്നീട് പസഫിക് സമുദ്രമായി എന്നും പറയപ്പെടുന്നു. ക്യാപ്ചർ ഹൈപ്പോത്തിസിസ്. ക്യാപ്ചർ ഹൈപ്പോത്തിസിസ് പ്രകാരം ചന്ദ്രൻ എവിടെയോ ഉണ്ടായ ഗ്രഹമാണെന്നും പിന്നീട് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽപ്പെട്ട് ഉപഗ്രഹമായി മാറിയെന്നും പറയുന്നുണ്ട്. കോഫോർമേഷൻ തിയറി. കോഫോർമേഷൻ തിയറി പ്രകാരം ഭൂമിയും ചന്ദ്രനും പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുമിച്ചുണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവയൊന്നും ശാസ്ത്രീയമായി വിശ്വസിക്കാൻ പറ്റിയതായിരുന്നില്ല. എന്നാൽ കൂട്ടിയിടി ഹൈപ്പോത്തിസിസിൽ പറയുന്നത് ഭൂമി മറ്റൊരു ഗ്രഹവുമായി കൂട്ടിയിടി നടന്നപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ ചേർന്ന് ചന്ദ്രൻ ഉണ്ടായി എന്നാണ്. ഇത് കുറച്ചുകൂടി വിശ്വാസയോഗ്യമാണ് എന്ന് പറയപ്പെടുന്നു. ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതുവരെ ചന്ദ്രനെക്കുറിച്ച് പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഉണ്ടായിരുന്നു. പിന്നീട് ചന്ദ്രൻ മിനുസമേറിയ ഒരു ഗോളമല്ല എന്നും ധാരാളം കുന്നുകളും കുഴികളും നിറഞ്ഞതാണെന്നും മനസ്സിലാക്കി. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3,84,403 കിലോമീറ്റർ ദൂരെയാണ്. ചന്ദ്രന് ഭൂമിയെ ഒറ്റത്തവണ പ്രദക്ഷിണം ചെയ്യാൻ 27.3 ദിവസങ്ങൾ ആവശ്യമാണ്. ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതോടൊപ്പം സ്വയം അച്ചുതണ്ടിലും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. അതിനാൽ എപ്പോഴും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ നമുക്ക് ദൃശ്യമാവൂ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രൻ്റെ രണ്ടു ഭാഗത്തും ഒരേപോലെ സൂര്യപ്രകാശം എത്തുന്നുണ്ട്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ പ്രകാശം എത്തി അത് ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് സമയമെടുക്കും. ഭൂമിയെപ്പോലെ ചെറിയ അളവിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ചന്ദ്രനിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് 1/6 എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ചന്ദ്രനിലെ ആകാശം എപ്പോഴും കറുത്തതായി തോന്നുന്നു. അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. ചന്ദ്രനിലേക്ക് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ കാണുന്ന കറുത്ത പാടുകളെ മരിയ എന്നും തെളിഞ്ഞ ഭാഗത്തെ ടെറേ എന്നും അറിയപ്പെടുന്നു. ചന്ദ്രോപരിതലത്തിൽ ഛിന്നഗ്രഹങ്ങൾ, ഉൽക്കകൾ, ധൂമകേതുക്കൾ തുടങ്ങിയവയുടെ പതനം മൂലം ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രൻ്റെ പുറന്തോടിന് മുകളിൽ പുതപ്പ് പോലെ ഒരാവരണമുണ്ട്. ഉരുണ്ട ഗോലി പോലെ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞതാണിത്. വർഷങ്ങളായി പതിച്ച ഉൽക്കക്കഷ്ണങ്ങളാണിവ. റിഗോലിത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത്. ചന്ദ്രനിൽ ചെറിയ അളവിൽ ജലാംശമുള്ളതായി പഠനങ്ങൾ പറയുന്നുണ്ട്. ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രന് വലുപ്പത്തിലും ഭാരത്തിലും ഒക്കെ 5ാം സ്ഥാനമാണ്. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 2 ആണ്. ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ തട്ടി ഇടിച്ചു തകർന്നു. 1959 ഇത് നടന്നത്. ഇതേ വർഷം ലൂണ 3 ഭൂമിയുടെ എതിർവശത്ത് കാണുന്ന ചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ വാഹനം ലൂണ 9 ആണ്. 1967 അപ്പോളോ 1
നാസ 3 പേരടങ്ങുന്ന പേടകം അയച്ചെങ്കിലും പേടകത്തിന് തീപിടിച്ച് 3 പേരും മരിച്ചു. അപ്പോളോ 4 മുതൽ പരീക്ഷണം വീണ്ടും തുടർന്നെങ്കിലും 1969 ജൂലൈ 21-ന് അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിൽ വിജയിച്ചു. 3 പേരടങ്ങുന്ന യാത്രയിൽ നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയായി. എഡ്രിൻ ആൾഡ്രിൻ രണ്ടാമത്തെ വ്യക്തിയായി. ഇവരുടെ കൂടെ പോയ മൈക്കൽ കോളിൻസ് അവരുടെ പേടകം നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. 1969 മുതൽ 1972 വരെയാണ് ചന്ദ്രയാത്രകൾ നടന്നിട്ടുള്ളത്. അപ്പോളോ 11 ശേഷം അപ്പോളോ 12, 13, 14, 15, 16, 17 എന്നിങ്ങനെ 6 ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോളോ 13 ദൗത്യം പരാജയപ്പെട്ടു. ഇതുവരെ 12 പേർ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. അപ്പോളോ 17-ൽ പോയ യൂജിൻ സെർനാനാണ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി. 1972 ഡിസംബർ 19-നായിരുന്നു ഇത്. ചന്ദ്രനിലേക്കുള്ള യാത്ര വലിയ ചെലവ് നിറഞ്ഞതിനാലും ചെറിയ ചെറിയ പരാജയങ്ങൾ ഉണ്ടായതിനാലും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ചൊവ്വ യാത്രയിലേക്ക് തിരിഞ്ഞതിനാലും പിന്നീട് ചന്ദ്രനിലേക്കുള്ള മനുഷ്യരുടെ യാത്രകൾ ഒന്നും നടന്നില്ല. ചന്ദ്രനിലേക്കുള്ള 68ാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യവും. 2008 ഒക്ടോബർ 22-നാണ് ഈ ദൗത്യം നടന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ചന്ദ്രയാൻ 1ന്റെ ലക്ഷ്യം. 2008 നവംബർ 14-ന് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് മാതൃകാ പേടകത്തിൽ നിന്ന് വേർപെട്ട് ചന്ദ്രോപരിതലത്തിൽ ദക്ഷിണ ധ്രുവത്തിൽ ഷാക്കിൾട്ടൺ വിള്ളലിനടുത്ത് ഇറങ്ങി. ചന്ദ്രനിലെ ജലാംശത്തിന്റെ സാന്നിധ്യം, ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ വിതരണം, അന്തരീക്ഷം തുടങ്ങിയ വിവരങ്ങളും ചന്ദ്രന്റെ ഗർത്തങ്ങളുടെയും പർവ്വതങ്ങളുടെയും വിസ്മയ ദൃശ്യങ്ങളും ഭൂമിയിലെത്തിക്കാൻ ചന്ദ്രയാൻ 1-ന് സാധിച്ചു. 2009 ഓഗസ്റ്റ് 29-ന് പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ ചന്ദ്രോപരിതലത്തിന് 200 കിലോമീറ്റർ മുകളിലായി ചന്ദ്രയാൻ ചന്ദ്രനെ ചുറ്റുന്നതായി നാസ കണ്ടെത്തി. ചന്ദ്രയാൻ 1-ന് ശേഷം ISRO വികസിപ്പിച്ച രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ 2. 2019-ലെ ആദ്യ പ്ലാൻ നടന്നില്ല. പിന്നീട് പുതുക്കി 2019 ജൂലൈ 22-നാണ് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ ഭൂപ്രകൃതി, ധാതുശാസ്ത്രം, ജലലഭ്യത തുടങ്ങിയവ പഠിക്കുകയായിരുന്നു ചന്ദ്രയാൻ 2-ന്റെ ലക്ഷ്യം. 2019 സെപ്റ്റംബർ 6-ന് ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഉദ്ദേശിച്ച പാതയിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ ലാൻഡർ തകർന്നു. എങ്കിലും ഓർബിറ്റർ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിച്ച് ഡാറ്റ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർബിറ്റർ ഏകദേശം 7 വർഷത്തോളം ലൈഫ് ടൈം പറയപ്പെടുന്നു. ISROയുടെ മൂന്നാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിന് ശേഷം 40 ദിവസത്തെ യാത്രക്കൊടുവിൽ 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്ന് അറിയപ്പെടുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഐസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കൂടാതെ ചന്ദ്രനിൽ ലാൻഡർ ചെറുതായി ഉയർന്നു താഴെയിറങ്ങുന്ന ഹോപ്പ് പരീക്ഷണവും ISRO വിജയകരമായി നടത്തി. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പദ്ധതിയാണ് ആർടെമിസ് പ്രോഗ്രാം. 2026 ഏപ്രിൽ 4-ന് ആർടെമിസ് 2 എന്ന പേരിൽ 4 യാത്രികരെ ചന്ദ്രനു ചുറ്റും വിജയകരമായി അയച്ചു. അവർ സുരക്ഷിതമായി തിരിച്ചെത്തി. മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനും സ്ഥിരമായ താമസസ്ഥലം നിർമ്മിക്കുന്നതിനും ആർടെമിസ് 3 ആൻഡ് 4 ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 2026 മെയ് 27-ന് ISRO പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ചന്ദ്രയാൻ 2-ന്റെ DFSAR റഡാർ ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ചെറിയ ഗർത്തത്തിൽ മഞ്ഞിന്റെ ശക്തമായ തെളിവുകൾ കണ്ടെത്തി. ഈ മഞ്ഞ് ഭാവിയിൽ കുടിവെള്ളം, ശ്വസിക്കാനുള്ള ഓക്സിജൻ, റോക്കറ്റ് ഇന്ധനം എന്നിവയാക്കി മാറ്റാം. അതായത് ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാകാനുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഇത്.
ചന്ദ്രോപരിതലത്തിന്റെ മുകളിൽ 3 സെന്റിമീറ്റർ ലൂസായ പൊടിപാളിയും അതിനടിയിലായി 6 മുതൽ 9 സെന്റിമീറ്റർ ആഴത്തിൽ കട്ടിയുള്ള മറ്റൊരു പാളിയും ഉണ്ട്. ഇത് ഭാവിയിൽ വീട് പണിയാനും റോവർ ഓടിക്കാനും ഉപകാരപ്പെട്ടേക്കാം. ദക്ഷിണധ്രുവത്തിൽ സൾഫർ, അലുമിനിയം, കോപ്പർ, ഇരുമ്പ്, ടൈറ്റാനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ അടുത്ത ചന്ദ്രയാൻ ദൗത്യം ചന്ദ്രയാൻ 4 ചന്ദ്രനിൽ നിന്ന് മണ്ണിന്റെയും പാറയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കാനാണ് ഉദ്ദേശമിട്ടിട്ടുള്ളത്. 2027-28 കാലയളവിൽ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ദൗത്യം ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ ചരിത്രത്തിലെ വലിയൊരു കുതിച്ചുചാട്ടം ആയേക്കാം.